നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ അയച്ചു തന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കകത്ത് 3 അപ്രോച്ചസ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വിറ്റിയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് പ്രൈസ് മെത്തേഡ് D/P ആണ് നമ്മൾ പറഞ്ഞ്. MP അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് അത് നമ്മൾ ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്നാണ്. ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഡിവിഡൻഡ് കൂടുന്നുണ്ടോ, ഓരോ വർഷം കൂടി വരുന്നുണ്ടോ എന്നുള്ള കാൽക്കുലേഷൻ ആദ്യത്തെ മെത്തേഡിൻ്റെ അകത്ത് ഇല്ലാതിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് വന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഡിവിഡൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോത്ത് എത്രത്തോളം ഓരോ വർഷം കൂടി വരുന്നുണ്ട്, ഇക്വിറ്റിയുടെ റിട്ടേൺ, അതായത് ഡിവിഡൻഡ് എത്രത്തോളം കൂടുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ മെത്തേഡിൻ്റെ ഡ്രോബാക്ക് നമുക്ക് ഈ രണ്ടാമത്തെ മെത്തേഡിൽ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇതിനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ KE = D1/MP ഓർ NP + G. K എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്, ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ D1 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറിനെയാണ് D1 എന്ന് പറയുന്നത്. പിന്നെ D0 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഇൻ ലാസ്റ്റ് ഇയർ, അതായത് ഇത് പഴയ ഡിവിഡൻഡ്, തലേ വർഷത്തെ ഡിവിഡൻഡ്, ഇത് പുതിയ വർഷത്തെ ഡിവിഡൻഡാണ് D1 എന്ന് പറഞ്ഞാൽ. D0 തലേ വർഷത്തെ. ഇത് രണ്ടും തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് D0 തരും, D1 തരും, ഈ D1 തരും. അപ്പോൾ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചില കേസസിൻ്റെ അകത്ത് D1 തരികയില്ല, അപ്പോൾ നമ്മൾ ആദ്യം D1 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ദെൻ MP എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, മാർക്കറ്റ് പ്രൈസ് ആണ്. അതായത് ഷെയർസ് ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ആ ഷെയറിന് കിട്ടുന്ന പ്രൈസിനെയാണ് നമ്മൾ MP എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. MP ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, നെറ്റ് പ്രൊസീഡ്സ് ആണ്. പ്രീമിയം ഉണ്ടെങ്കിൽ കൂട്ടണം, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കുറയ്ക്കണം, അതുപോലെ തന്നെ കോസ്റ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. ഇനി ചില കേസസിൽ, അതായത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിൻ്റെ ഇൻഫർമേഷൻ്റെ അകത്ത് നമുക്ക് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും ക്വസ്റ്റ്യൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. D1/KE - G. D1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിവിഡൻഡ് ഡിക്ലെയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷത്തെ ഡിവിഡൻഡും. KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണും. അപ്പം അതിൽ നിന്ന് ഗ്രോത്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അതിൻ്റെ ഒരു 2 പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഇത് ഏത് മെത്തേഡാണ് എന്നുള്ളത് മനസ്സിലാവും. ഇക്വിറ്റി ഷെയറിൻ്റെ കേസാണെന്നുള്ളത് നോക്കിയപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഗ്രോ ബൈ 5% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഗ്രോത്ത് മെത്തേഡാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കാം. എക്സ് ലിമിറ്റഡ് ഇഷ്യൂസ് ഇക്വിറ്റി ഷെയർസ് ₹100 ഈസ് അറ്റ് എ പ്രീമിയം ഓഫ് 20% ആണ്. ഫ്ലോട്ടേഷൻ ഇഷ്യൂസ്, എക്സ് ലിമിറ്റഡ് ഇഷ്യൂസ് ഇക്വിറ്റി ഷെയർസ് ₹100 ഈസ് അറ്റ് എ പ്രീമിയം ഓഫ് 20%. പിന്നെ അപ്പം ഈ സംഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുകയാണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് അതിൻ്റെ അകത്ത് അണ്ടർറൈറ്റിംഗ് കമ്മീഷനും കൂടെ ചേർത്തിട്ട് ₹5 എന്ന് പറയുന്നുണ്ട്. പിന്നെ കമ്പനി എക്സ്പെക്ട് ടു പേ ഇനിഷ്യൽ ഡിവിഡൻഡ് ഓഫ് ₹20 പെർ ഷെയർ ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദ ഡിവിഡൻഡ് റേറ്റ് വിൽ ഗ്രോ ബൈ 5% കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാം. KE = D1/MP ഓർ NP അല്ലേ. നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കുക, അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ന്യൂ ഷെയർ ആയിട്ട് അതിനെ കണക്കാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് NP ആണ് വേണ്ടത്. ഇനി D1 നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ D1 നേരിട്ട് തന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനി എക്സ്പെക്ട് ടു പേ ഇനിഷ്യൽ ഡിവിഡൻഡ് ഓഫ് ₹20 പെർ ഷെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ്. എക്സ്പെക്റ്റഡ് ടു പേ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തന്നിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ D0 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. D0 ആണ് 20. മനസ്സിലായല്ലോ. D1 എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് ഇയറിൽ ഇത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് D1 ആയിട്ട് എടുക്കാം. ഇവിടെ പറയുന്നുണ്ട് എക്സ്പെക്റ്റഡ് ടു പേ ഇനീഷ്യൽ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്, അതായത് നേരെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സാധനം D0 ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ G തന്നിട്ടുണ്ട്. G ഈസ് ഈക്വൽ ടു 5%. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അതിന് 0.05 എന്ന് കൊടുക്കാം. 5/100 ആണ്, അപ്പോൾ നമുക്ക് 0.05. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. D1 നമുക്ക് അറിയത്തില്ല. അപ്പോൾ D1 അറിയത്തില്ലെങ്കിൽ D1 കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ അറിയാം. D1 ഈസ് ഈക്വൽ ടു D0 ഇൻറ്റു 1 പ്ലസ് G ആണ്. ഓക്കെ, D0 മീൻസ് 20 ഇൻറ്റു 1 പ്ലസ് G. G നമുക്കറിയാം 0.05. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 1.05 എന്ന് വരും. 20 ഇൻറ്റു 1.05. ഇനി നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇവിടെ MP അല്ല, നമുക്കിവിടെ ഉള്ളത് NP ആണ്. ന്യൂ ഇഷ്യൂ ആണ്. നമുക്കിവിടെ പറയുന്നുണ്ട് 100 രൂപയാണ് ഷെയർ വാല്യൂ. പ്രീമിയം 20% ആണ്. അതായത് 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ നമുക്ക് 100 തന്നെയാണ് വരുന്നത്. 20 തന്നെയാണ് വരുന്നത്. +20 പ്രീമിയത്തിലാണ്. പിന്നെ നമുക്ക് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ പറയുന്നുണ്ട്, ഒരു 5 രൂപ അണ്ടർ റൈറ്റിംഗ് കമ്മീഷനും പറയുന്നുണ്ട്. സോ 120 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 150. ഇനി നമുക്ക് എന്ത് ചെയ്താൽ നേരെ ഇക്വേഷൻ നേരെ അങ്ങ് ബാക്കി ചെയ്താൽ മതി. നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. KE ഈസ് ഈക്വൽ ടു D1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. D1 മീൻസ് 20 ഇൻറ്റു 1.05 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് കിട്ടി 115 പ്ലസ് 0.05. 20 ഇൻറ്റു 1.05 ബൈ 115 പ്ലസ് 0.05. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിത് ഫൈനൽ ആൻസർ വരുമ്പോൾ ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഈ വാല്യൂ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 23% വരും. എന്നിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 0.23 ആണ്. പിന്നെ നമ്മൾ ഇൻറ്റു 100 ചെയ്യും. 100 ചെയ്യുമ്പോൾ നമുക്ക് 23%. നമ്മൾ കോസ്റ്റിനെ എപ്പോഴും നമ്മൾ പെർസെൻറ്റേജിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന പെർസെൻറ്റേജിലേക്ക് ഇൻറ്റു 100 ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കി ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയില്ല ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് സംശയം വരും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് സോൾവ് ചെയ്യുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഈ വാല്യൂ ഇതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ നമുക്കിവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.2 പ്ലസ് 0.05 കൂടി ചേർന്ന് 0.23 കിട്ടും. അതിന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് ആക്കണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും പെർസെൻറ്റേജിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഫൈനൽ ആൻസർ ഈസ് 23% ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി ഈസ് ₹150. കമ്പനി ഹാസ് പെയ്ഡ്. അപ്പോൾ നമുക്ക് ഇതല്ല മാർക്കറ്റ് പ്രൈസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുള്ള ഷെയറാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ D1/MP ആണ് വരുന്നത്, മാർക്കറ്റ് പ്രൈസാണ്. ഇനി പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഹാസ് പെയ്ഡ് ഡിവിഡൻഡ് ഓഫ് ₹30 പെർ ഷെയർ ലാസ്റ്റ് ഇയർ. അപ്പോൾ കഴിഞ്ഞ വർഷം 30 രൂപ കൊടുത്തിട്ടുണ്ട് ഡിവിഡൻ്റായിട്ട്. ഒരു ഷെയറിന് ഡിവിഡൻ്റായിട്ട് 30 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം തലേ വർഷത്തെ ആയതുകൊണ്ട് D0 എന്ന് പറഞ്ഞാൽ 30. ഇനി ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് എ ഗ്രോത്ത് ഓഫ് 5% ഇൻ ഡിവിഡൻഡ് എവറി ഇയർ. എല്ലാ വർഷവും 5% ഗ്രോത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 5% ഗ്രോത്തും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 1 കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും 2 ഇഫ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 10% ആണെങ്കിൽ കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തേത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് D0 ഉണ്ട്, D1 അറിയത്തില്ല. അപ്പോൾ നമ്മൾ D1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D0 ഇൻറ്റു 1 പ്ലസ് G ആണ്. അപ്പോൾ D0 30 ആണ്. 1 പ്ലസ് 0.05 എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ്റെത്തേക്ക് ഇടുമ്പോഴത്തേക്ക് KE ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 1 പ്ലസ് 0.05 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം 150 പ്ലസ് 0.05 ഇങ്ങനെയാണ് വരുന്നത്. 0.05 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം 30 ഇൻറ്റു
1.05 ഡിവൈഡഡ് ബൈ 150 പ്ലസ് 0.05 എന്ന് വരും. അപ്പോൾ 30 ഇൻറ്റു 1.05 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31.5 എന്ന് കിട്ടുമേ. 5 ഡിവൈഡഡ് ബൈ 150 പ്ലസ് 0.05 എന്ന് വരും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം ഇത് ഡിവൈഡ് ചെയ്താട്ടെ 1.5 ബൈ 150. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇത് കിട്ടിയതിന് ഇതിൻ്റെ കൂട്ടത്തിൽ 0.05 കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.26 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് 26% വരും. ഇത് ഒന്നാമത്തെ കേസാണ്. ഇനി രണ്ടാമത്തെ കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കി, ഈ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് 5%. രണ്ടാമത്തെ ഈ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 10% ആണെങ്കിൽ, അതായത് നമ്മൾ ഇവിടെ ഗ്രോത്ത് റേറ്റ് 5% എടുത്ത് ഇവിടെ ഗ്രോത്ത് റേറ്റ് 10% പെർ ആനം ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മുമ്പേ പറഞ്ഞായിരുന്നു ഈ കേസിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു D1 ബൈ KE മൈനസ് G എന്നാണ്. D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G. ഇനി നമുക്ക് D1 അറിയാം. D1 ഈസ് ഈക്വൽ ടു നമ്മൾ മുമ്പ് ചെയ്തതാണ് 30 ഇൻറ്റു, നമുക്കിവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഗ്രോത്ത് റേറ്റിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് D1 എന്ന് പറഞ്ഞാൽ D0 ഇൻറ്റു 1 പ്ലസ് 10% അല്ലേ. 10% ആകുമ്പോൾ 10/100 നമുക്ക് 0.1 ഡിവൈഡഡ് ബൈ KE നമുക്ക് കിട്ടി 26%, അല്ലെങ്കിൽ 0.26 എന്ന് കൊടുക്കാം. മൈനസ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 0.1 ആണ്. ഇതിൻ്റെ അകത്ത് ഗ്രോത്ത് റേറ്റ് നമ്മൾ പറയുന്നുണ്ട്, ഗ്രോത്ത് റേറ്റിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്, 0.1 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 33/0.16 എന്ന് വരും. 0.16 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ് എന്ന് പറഞ്ഞാൽ 206.25 റുപ്പീസ്. 206.25. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ഗ്രോത്ത് ഉള്ള കേസാണെന്ന് ഓർത്തോണം. ഗ്രോത്ത് റേറ്റ് വരുമ്പോഴുള്ള കേസിലുള്ള 2 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒന്നും കൂടെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോട്ടഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എസ് ലിമിറ്റഡ് ഈസ് ₹20 എന്ന് പറയുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. കമ്പനി പേയ്സ് ഡിവിഡൻഡ് ഓഫ് ₹1 പെർ ഷെയർ, അതായത് ₹1 വെച്ചാണ് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് 5%. അവർ ഒരു 5% ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒരു കേസ്. രണ്ടാമത്തെ ഇഫ് ആൻറ്റിസിപ്പേറ്റഡ് ഗ്രോത്ത് റേറ്റ് 6% ആണെങ്കിൽ വാട്ട് ഈസ് എം ബി. അപ്പോൾ ആദ്യം നമുക്ക് 5% ഗ്രോത്ത് റേറ്റിൻ്റെ കേസ് ചെയ്യാം. അതാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട് 20. ഇനി D1, അതായത് പഴയ ഡിവിഡൻഡ് എന്നല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് D1 ആണ്. പിന്നെ ഗ്രോത്ത് റേറ്റ് 5% ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. KE ഈസ് ഈക്വൽ ടു D1 ബൈ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണല്ലോ, അപ്പോൾ നമ്മൾ MB ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20. 1/20. ഇവിടെ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് പ്ലസ് G ഉണ്ട്. പ്ലസ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.05. 1/20 പ്ലസ് 0.05. അതായത് എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10% വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് 6% ഗ്രോത്ത് റേറ്റ്. അപ്പോൾ നമ്മൾ ഈ 0.05 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോത്ത് റേറ്റ് 6 ആക്കണം. ഇവിടെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. D1 1, KE നമുക്ക് കിട്ടി 10 എന്ന് പറഞ്ഞാൽ 0.1 മൈനസ് 6% ആണ്, 6/100 ആണ്. 6/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് 0.06 എന്ന് കൊടുക്കും. 0.06 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ വരുന്നത് ₹25 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കണം.
സോൾവ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. 1/0.1 മൈനസ് 0.06 അത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 0.1 മൈനസ് 0.06 എന്നിട്ട് 1 ഡിവൈഡ് ബൈ അത് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 25 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഗ്രോത്ത് റേറ്റിൻ്റെ പ്രോബ്ലംസ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ഏണിങ്സ് പെർ ഷെയർ മെത്തേഡ്, അതും കൂടെ ചെയ്യാം. ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏണിങ്സ് പെർ ഷെയർ മെത്തേഡ് എന്ന് വരും. അതായത് നമുക്ക് അതിൻ്റെ അകത്ത് ഏണിങ്സ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏണിങ്സ് പെർ ഷെയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: KE = ഏണിങ്സ് പെർ ഷെയർ ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ്. അത് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഏണിങ്സ് പെർ ഷെയർ ആണ് നമ്മൾ ഇത്ര ദിവസം എടുത്തുകൊണ്ടിരുന്നത്. ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഒക്കെയാണ് അവിടെ എടുത്തുകൊണ്ടിരുന്നത്. അവിടെ ഒന്നും നമ്മൾ ഏണിങ്സ് എടുത്തില്ല, അതായത് പ്രോഫിറ്റ് നമ്മളവിടെ കണക്കാക്കിയില്ല. അതാണ് ഇതിൻ്റെ ഈ ബാക്കിയുള്ള മെത്തേഡുമായിട്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഡിവിഡൻറ്റിന് പകരം നമ്മൾ എടുക്കുന്നത് ഏണിങ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഏണിങ്സ് പെർ ഷെയർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിനകത്ത് മാർക്കറ്റ് പ്രൈസ് ഓഫ് റിലയൻസ് ലിമിറ്റഡ് ഈസ് ₹800 പെർ ഷെയർ. അപ്പോൾ നമുക്ക് MP ഉണ്ട് 800. രണ്ടാമത്തെ, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഏണിങ്സ് പെർ ഷെയർ ഡ്യൂറിങ് ദ ഇയർ വുഡ് ബി 160. നമുക്ക് EPS കിട്ടി. ഡയറക്റ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻ ആണിത്, 160. അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? നമ്മുടെ ഇക്വേഷൻ ഇതാണ്: ഏണിങ്സ് പെർ ഷെയർ ബൈ മാർക്കറ്റ് പ്രൈസ് 160/180. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ അകത്തൊക്കെ വരാവുന്ന സാധനമാണ്. 160/180 അല്ല, 800. 160/800. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ എന്ത് ചെയ്യണം? 100 മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് 2016 20%. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഏണിങ്സ് പെർ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. PQ ലിമിറ്റഡ് ഹാസ് 5 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10. അപ്പോൾ നമുക്ക് PQ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് 5 lakh ഷെയർസ് ഉണ്ട്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ദ കമ്പനി ഈസ് പ്ലാനിങ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ സ്പെൻഡിങ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് ₹50 lakhs. അതായത് ഓൾറെഡി 5 ലക്ഷത്തിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യണം. 50 ലക്ഷം രൂപ റേസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ 50 ലക്ഷം രൂപ റേസ് ചെയ്യണം. അപ്പോൾ കമ്പനി പ്രപ്പോസസ് ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് റിക്വയർഡ് ഫോർ അഡീഷണൽ. അപ്പോൾ ഈ 50 ലക്ഷം രൂപ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നു. അപ്പം മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ, അതായത് ഈ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ അതിൻ്റെ വില 80 രൂപയാണ്. 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തത്, പക്ഷേ ഇപ്പോൾ ആ ഷെയറിൻ്റെ വില 80 രൂപയാണ്. ഏണിങ്സ് ഓഫ് കമ്പനി ആഫ്റ്റർ ടാക്സ് വാസ് 60 lakhs. അതായത് ആ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 60 ലക്ഷം ഉണ്ട്. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ന്യൂ ഇക്വിറ്റി ഷെയർസ് അസ്യൂമിങ് ദാറ്റ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ക്യാപിറ്റലും ന്യൂ ഇക്വിറ്റി ക്യാപിറ്റലും ന്യൂ ഇക്വിറ്റി ഷെയർസിൻ്റെ ഇതും കാണണം. അതുപോലെ തന്നെ അസ്യൂമിങ് ദാറ്റ് ന്യൂ ഇഷ്യൂ വിൽ ബി അറ്റ് ₹70 പെർ ഷെയർ ആൻഡ് ഫ്ലോട്ടേഷൻ വിൽ ബി ₹5. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ കേസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏണിങ്സ് ഇക്വിറ്റി ഷെയർസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടാമത് ന്യൂ ഇഷ്യൂവിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉള്ള ഇൻഫർമേഷൻ എല്ലാം കൂടി എടുത്ത് എഴുതിയേക്കുവാണ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതായത് ഓൾറെഡി ഇത് അല്ല എക്സിസ്റ്റിംഗ് ആയത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ 5 ലക്ഷമാണ്. അതായത് 5 ലക്ഷം × 10 രൂപ വെച്ചാണെങ്കിൽ എത്ര വരും? 50 lakhs ഉണ്ട്. ഇനി അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 80 എന്ന് പറയും. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് 60 ലക്ഷം തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ KE ഈസ് ഈക്വൽ ടു ബൈ ഏണിങ്സ് പെർ ഷെയർ ആണ്. EPS ബൈ ഏണിങ്സ് പെർ ഷെയർ ബൈ ഇവിടെ ആദ്യത്തെ കേസിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ആണ്, നമ്മൾ EPS ബൈ MP ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏണിങ്സ് പെർ ഷെയർ നമുക്ക് തന്നിട്ടില്ല. പകരം തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഉണ്ട്, എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ വിലയുണ്ട്, മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം EPS കാൽക്കുലേറ്റ് ചെയ്യണം. EPS ഈസ് ഈക്വൽ ടു ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഏണിങ്സ്
ആഫ്റ്റർ ടാക്സ് അല്ലേ, ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതായത് എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് എന്ന് നോക്കുക. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസിൻ്റെ എത്ര എണ്ണം ഉണ്ട്? എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ്, എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ 60 ലക്ഷമാണ്. എക്സിസ്റ്റിംഗ് ഷെയർ എത്രയായിരുന്നു? 5 ലക്ഷമായിരുന്നു അല്ലേ. 60 lakh ബൈ 5 lakh ചെയ്യുമ്പോൾ നമുക്ക് 512. അപ്പോൾ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് 12 ആണ്. ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് 12 ആണ്. ഇനി നമ്മൾ നേരെ EP റേഷ്യോയിലേക്ക്, അതായത് EPSൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുവാണ്. 12 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം 80. 12 by 80 into 100 എന്ന് വരും. into 100 that is equal to 15%. മനസ്സിലായല്ലോ? 12 by 80 into 100. അപ്പോൾ ആദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് നോക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ പറയുന്നത് ഇവർ എന്തൊക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻ കേസ് ഓഫ് എ ന്യൂ ഇഷ്യൂ വിൽ ബി അറ്റ് ₹70 per share ആൻഡ് ഫ്ലോട്ടേഷൻ വിൽ ബി ₹5 per share എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം 70 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ 5 രൂപ നമ്മൾ കുറയ്ക്കണം അല്ലേ, 5 രൂപ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇഷ്യൂവിൻ്റെ കേസിലാണ് ഇവിടെ ചെയ്യുന്നത്. ന്യൂ ഇഷ്യൂവിൻ്റെ കേസ് ചെയ്യുമ്പം ഇക്വേഷൻ്റെ അകത്ത് വ്യത്യാസമില്ല. ഇവിടെ നമ്മൾ MB ആയിരുന്നു, മാർക്കറ്റ് പ്രൈസ് ആയിരുന്നു. ഇവിടെ വരുന്നത് നമ്മുടെ NP ആണ് വരുന്നത്, നെറ്റ് പ്രൊസീഡ്സ് ആണ് വരുന്നത്. കാരണം ന്യൂ ഇഷ്യൂ ആകുമ്പോൾ നമുക്കറിയാം നെറ്റ് പ്രൊസീഡ്സ് ആണ് വരുന്നത്. അപ്പം ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ 70 രൂപയാണ് പുതിയ ഇഷ്യൂവിൻ്റെ ഒരു ഷെയറിൻ്റെ വില. അതിൽ നിന്ന് നമ്മൾ 5 രൂപ ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റൂടെ കുറയ്ക്കും. അപ്പോൾ നമുക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 18.46% വരും. അപ്പോൾ ഇങ്ങനെയാണ് ഏർണിങ്സ് പെർ ഷെയർ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ ആയിട്ട് അയച്ചു തന്നിരിക്കുന്നു. ഒന്ന്, കോസ്റ്റ് ഓഫ് ഡെറ്റ്, അതായത് ലോൺ ആണെങ്കിലും ഡിബെഞ്ചർ ആണെങ്കിലും ബോണ്ട് ആണെങ്കിലും ഉള്ള കാൽക്കുലേഷൻ തന്നു. രണ്ടാമത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കകത്ത് 3 മെത്തേഡ്സ് ഉണ്ട്. ആദ്യം പഠിച്ച കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ അകത്ത് 2 മെത്തേഡ്സ് ഉണ്ട്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ അകത്ത് 2 മെത്തേഡ്സ് ഉണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ്. അപ്പോൾ ഇത് 3ഉം പഠിക്കുക. ഇത് നിങ്ങൾക്കിപ്പോൾ ഇൻറ്റേർണൽ എക്സാം ആണെങ്കിലും പഠിക്കണം. ഞാൻ ഇത്രയും ഇട്ടിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് ഞാൻ പ്രോബ്ലം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അകത്ത് 3 മെത്തേഡ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞൊരു പോർഷനോടെ കിടപ്പുണ്ട്. അതുകൂടെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതിൻ്റോടൊപ്പം തന്നെ ഒരു കേസും കൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിടപ്പുണ്ട്. അപ്പം ആ ഒരു കേസും കൂടെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെൻഡ് ചെയ്തേക്കാം. അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് നമ്മൾ ഇത്ര നാളും പഠിച്ചതെല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടെ ചേർത്ത് അതിന് വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷനും കൊണ്ട് നമ്മുടെ ഈ മോഡ്യൂൾ തീരും. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളത് ഞാൻ പുറകെ തന്നോളാം കേട്ടോ. താങ്ക് യു.